ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ക്രിസ്പി കോളിഫ്ലവറിന് വേണ്ടി ഞാനിവിടെ ഏകദേശം 350 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ തിളക്കുന്ന വെള്ളത്തിലിട്ട് 2 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഓരോന്നായി ഇട്ട് വേണം ഫ്രൈ ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് പൊരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ച് കൊടുക്കാം. കോളിഫ്ലവർ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ മുഴുവനായി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ജസ്റ്റ് ഒന്ന് ഓയിലിലിട്ടെടുക്കാം. നമ്മുടെ ടേസ്റ്റി കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്